അസ്സലാമലൈക്കും. സ്കിന്നിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഈ മഴയത്ത് നമുക്ക് ചൂട് ചായയും ഒരു പുട്ടുമാക്കാം. ഒരു പുട്ടല്ല, ചിക്കൻ പുട്ട്. നല്ല ചിക്കനൊക്കെ ഇട്ടിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ചിക്കൻ പുട്ടിന് ആവശ്യമായത് ചിക്കൻ തന്നെ. അത് കുറച്ച് വേവിച്ചിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ്. ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്ത ചിക്കനാണ്. നമ്മൾ ഫില്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായി നറുക്കിയെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഉള്ളീൻ്റെ ചെറിയ പീസാക്കിയിട്ട് അതും, പിന്നെ 2 പച്ചമുളകും. ഞാനിവിടെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ, നമുക്ക് കുറച്ച് മതി, ആകെ 2 ആളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫില്ലിങ് മതി നമുക്ക്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 2 ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ, എന്നാലേ കുറച്ച് ഫില്ലിങ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് നല്ലോണം വഴറ്റിയിട്ട് ഉപ്പും ചേർത്ത് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി മുളകാട്ടോ, അതും കുറച്ചിടാം. അതാകുമ്പോൾ കുറച്ച് എരിവുണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ആ ഫില്ലിങ് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല, പെരുംജീരകപ്പൊടി ഒക്കെ ആവശ്യത്തിന് കുറച്ചായിട്ട് ചേർക്കാം കേട്ടോ. ഇളക്കിയിട്ട് നന്നായിട്ട് ആ ഫില്ലിങ്ങിൽ ഇളക്കിയിട്ട് നല്ലോണം യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വേവിച്ച ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ 2 ടേബിൾ സ്പൂണ് വെള്ളം, ജസ്റ്റ് ആ ഒരു ഫില്ലിങ് ഒക്കെ കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എല്ലാത്തിലേക്കും ആ ഒരൊക്കെ യോജിച്ചോളും. നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുട്ടാണ് ഉണ്ടാക്കേണ്ടത്. പുട്ട് പല വിധമാണ് പല ആൾക്കാരും ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടാണ് പുട്ട് ഉണ്ടാക്കുന്നത്. ചിലർ അരിയൊക്കെ പുതിർത്തിയിട്ടിട്ട് അങ്ങനെയൊക്കെ പുട്ടുണ്ടാക്കും. ഇത് അരിപ്പൊടിയിൽ കുറച്ചൊരു നുള്ളി ഉപ്പിട്ടിട്ട് വെള്ളം നനച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, വേഗം പുട്ടായി കിട്ടും. അതുകൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പുട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും ഏത് ബാച്ചിലേഴ്സിനും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പുട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം നനച്ച് കൊടുത്തിട്ട് കട്ടൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അങ്ങനെ നമുക്ക് പൊടിച്ചെടുത്താൽ മതി. ഒന്ന് നനച്ച് കുഴച്ചെടുത്താൽ ഇവിടെ പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഞാൻ പുട്ട് ഉണ്ടാക്കുന്നത് ഓരോ പുട്ട് വീതമാണ്, അല്ലാതെ പുട്ടും കുറ്റിയിൽ നിറയെ ഇളക്കുന്നല്ല. ഇതിവിടെ ഉള്ളതുകൊണ്ട് ഇതിലാണ് ചുടുന്നത്. അതിൻ്റെ ആദ്യം കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഫില്ലിങ് നിറച്ചിട്ടാണ് പുട്ടിടുന്നത്. ഇതാവുമ്പോൾ നമുക്ക് വേഗം കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് കുക്കറിൻ്റെ അവിടെ വെച്ചിട്ടാണ് പുട്ട് ചുടുന്നത്. അപ്പോൾ ഓരോന്നും വേഗം ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുടുന്നത്. ഒന്ന് തിന്നാൽ തന്നെ ഇത് എല്ലാവരുടെ വയറും നിറയും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെയാണ് ചുടുന്നത്. അപ്പോൾ ആവി വരുമ്പോൾ ആ പുട്ട്. അപ്പോൾ പുട്ടിന് എന്നും സൈഡ് ഡിഷായിട്ട് ഒരു പപ്പടവും വേണം, കട്ടൻ ചായയും വേണം. അപ്പോൾ നമുക്ക് 2 പപ്പടും കാച്ചിക്കളാം പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. പുട്ടും പപ്പടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്നിട്ട് നല്ല ചൂടാണ്. ആ പുട്ടിൽ പപ്പടും മേലായിട്ടൊന്ന് പൊടിച്ച് തിന്നാൻ പിന്നെ എൻ്റെ സാറേ വേറെ ഒന്നും കാണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുക.